ഹലോ ഓൾ ഈസി സിനി ടോക്സിലേക്ക് ഹലോ ഓൾ ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗഗനചാരിയാണ് ഇന്നത്തെ വിഷയം. ഗഗനചാരി എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ, എൻ്റെ ഒരു തിയേറ്റർ എനിക്ക് എങ്ങനെ എങ്ങനെ തോന്നി എന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഗഗനചാരി എന്ന് പറയുന്ന സിനിമ നടക്കുന്നത് 2040 2050 ആ ഒരു കാലഘട്ടത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏലിയൻ വന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വന്നു അണ്ട് അവരെ തിരിച്ചു പോയി. പിന്നെ കുറച്ച് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഒരു അപ്പോക്കലിപ്റ്റിക് കേരളയാണ് ശരിക്കും കാണിക്കുന്നത്. കേരളത്തിലാണ് ശരിക്കും പടം നടക്കുന്നത്. അപ്പോക്കലിപ്റ്റിക് എന്ന് പറയുമ്പോഴത്തേനും പടം കേരളം ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2040 2050 ആകുമ്പോഴത്തേനും ഒരു 30 വർഷം മാക്സിമം ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും അധികം എല്ലാം ഒന്നും തീർന്നു പോകാറായിട്ടില്ല. അപ്പൊ എല്ലാം ഉണ്ട്. എല്ലാത്തിന്റെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അവിടെ വിഎഫ്എക്സിന്റെ കുറച്ച് കാര്യങ്ങൾ വരുത്തിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പടം നടക്കുന്നത്. അപ്പം ബാക്കിയുള്ള സൈഫൈ മൂവീസ് ഒക്കെ പറയുമ്പോഴത്തേക്കും 2900 2500 2400 700 ഒക്കെ വർഷങ്ങളിലുള്ള കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞൊരു ആകാംക്ഷ ശരിക്കും ഉണ്ട്. ഇപ്പം 2040 ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അറിയോ, നെഹ്റു സ്റ്റേഡിയം കാണിക്കും. നെഹ്റു സ്റ്റേഡിയം കാണിക്കുമ്പോഴത്തേനും വിഎഫ്എക്സ് വെച്ചിട്ട് നല്ല നല്ല അത് അതിനകത്ത് ഒരു 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 രീതിയിലുള്ള ഒരു പോരായ്മ ഇല്ല. അടിപൊളിയായിട്ട് തന്നെ ഇപ്പം പുല്ലൊക്കെ പിടിച്ച് കസേരയൊക്കെ ഇളകി ഗ്രൗണ്ടൊക്കെ മോശമായിട്ട് അതിന്റെ ഫ്രണ്ടിൽ കൂടെ കുറെ വെള്ളമൊക്കെ ഒഴുകി 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ വെള്ളം പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. ഡ്രെയിനേജ് കണ്ടിട്ട് വർക്ക് ആകുന്നില്ല. എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും കാണിക്കുന്നത്. ഇതിനകത്ത് ലീഡ് ക്യാരക്ടർ വന്നിട്ടുള്ളത് അനാർക്കലി മരക്കാർ, ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ് ആണ് ഇതിനകത്ത് മെയിൻ ലീഡ് ക്യാരക്ടർ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കഥ എന്ന് പറയുമ്പോഴത്തേനും അനാർക്കലി മരക്കാർ ഒരു ഏലിയൻ ആണ്. പുള്ളിക്കാരി വന്നു കഴിയുമ്പോൾ ഇവരുമായിട്ട് കൂടിച്ചേർന്ന് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ കാര്യങ്ങൾ, ഇവരുടെ ഒരു ഒരു മാനസികമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറയുന്നത്. 3 പേരടങ്ങുന്ന ഒരു ആൾക്കാരിലേക്ക് ഒരു ഏലിയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഇവർ തമ്മിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെയാണ് പടം പറഞ്ഞു പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത് 2040 2050 കൂടെ ആകുമ്പോഴത്തേനും അതിൻ്റെതായ കുറച്ച് ഒരു ടെക്നോളജിയുടെ ഒരു ഇന്നോവേഷനും ടെക്നോളജിയുടെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ഒക്കെയാണ് പടം പറഞ്ഞു പറഞ്ഞു പോകുന്നത്. ഒരു ലോക്ക്ഡൌൺ ഒക്കെയാണ്. ഇപ്പം എലിനൊക്കെ ഉള്ളത് കാരണം എപ്പോഴും പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറെ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പടം ശ്രദ്ധിച്ചിരുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നറേഷൻ. ഗണേഷ് കുമാറിന്റെ ഒരു ഡോക്യുമെന്ററി എടുത്തുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അപ്പൊ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരും നാഷണലി അറിയാവുന്ന ഒരു ആളാണ്. ഈ ഏലിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏലിയനെ തുരത്തി ഓടിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഗണേഷ് കുമാർ. അപ്പൊ പുള്ളിയുടെ ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു ബയോപിക് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. അപ്പം അപ്പം ഗണേഷ് കുമാറിന്റെ ഒരു നറേഷനിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അതൊരു ഒരു 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 ഭംഗിയുള്ള നറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കേട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നറേഷൻ. ഒരു ഒരു രസമുണ്ട് അതിനകത്ത്. ഒരു ഒരു കോമഡി ഉണ്ട്. ഒരു ഒരു ഭംഗിയുള്ള ഒരു നറേഷനിലൂടെയാണ് പടം പോകുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നറേഷൻ ആയിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിഎഫ്എക്സ്. അടിപൊളി വിഎഫ്എക്സ് മോനെ. എന്ന് വെച്ചാല് ഈ 2040 എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ മെട്രോ സ്റ്റേഷൻ കിടക്കുക, അല്ലെങ്കിൽ നെഹ്റു സ്റ്റേഡിയം എങ്ങനെയായിരിക്കും കിടക്കുന്നത്, പിന്നെ സ്ഥലങ്ങള്, വഴികള്, പാലങ്ങള് അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം വിഎഫ്എക്സ് ടീം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം മലയാളത്തിലെ പടങ്ങള് ടെക്നിക്കലി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മലയാളി പ്രേക്ഷകർ ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഡീറ്റെയിലിംഗ് മോശമായി കഴിഞ്ഞാൽ അവരെ ചൂണ്ടിക്കാണിക്കുകയും അതിൽ ഇഷ്ടപ്പെടാതെ പോയാൽ പടം മൊത്തം അതിൽ ഡിഗ്രേഡ് ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസി ഉള്ള ഒരു സമയത്താണ് ഇപ്പം പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവര് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഈ വിഎഫ്എക്സിന്റെ ഭാഗങ്ങൾ വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. 2040 ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേനും നമുക്ക് കാണാനായിട്ടൊരു ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അത് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവര്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗണേഷ് കുമാറിനാണെങ്കിൽ ഒരു പുള്ളിക്ക് പുള്ളി പുള്ളി യൂട്യൂബ് നോക്കി കളരിപ്പയറ്റൊക്കെ പഠിച്ചിട്ട് പുള്ളി പണ്ട് തൊട്ടേ കളരിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണെന്നുള്ള ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഗോകുൽ സുരേഷ് ആണെങ്കിൽ ഒരു സിനിഫയലാണ്. പഴയ സ്ഫടികം അങ്ങനെയുള്ള കൾട്ട് മൂവീസിന്റെ ഒരു ആരാധകനൊക്കെയാണ്. ഇപ്പം 2040 അങ്ങനെ ഏലിയനൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ സിനിമ എടുപ്പും കാര്യങ്ങളും നടക്കത്തൊന്നുമില്ല. അപ്പൊ പഴയ പടങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അജു വർഗീസിന്റെ ക്യാരക്ടർ നെയിം വൈബേഷ്. വൈബേഷ് എന്ന പുള്ളിയെ വൈബ് എന്നാണ് ആൾക്കാർ അറിയപ്പെടുന്നത്. വൈബ് എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് വൈബൊക്കെ ചെയ്ത് അപ്പം അപ്പോഴും ഡിജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി ഡിജെ ഒക്കെ പോയി ഒരു പ്ലേ ബോയ് സെറ്റപ്പിൽ നടക്കുന്ന ഒരാളൊക്കെയാണ് അജു വർഗീസിന്റെ ക്യാരക്ടർ. അനാർക്കലി മരക്കാർ കുറച്ച് പാടാണല്ലോ പേര് പറയാൻ. അപ്പം ഇതിലെ ഏലിയാമ്മ എന്നാണ് പറയുന്നത്. അപ്പൊ ഏലിയാമ്മ ഏലിയനാണ്. അപ്പൊ ഏലിയനാണ് പിന്നെയാണ് തിരിച്ചറിയുന്നത്. പുള്ളിക്കാരിയുടെ ഒരു സംഭവങ്ങളൊക്കെയാണ് പിന്നെ പടത്തിൽ പോകുന്നത്. അപ്പൊ പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഇവർ 4 പേരുടെയും ക്യാരക്ടേഴ്സ് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. കൂടുതലൊന്നും പറയാനില്ല. തിയേറ്ററിൽ പോയി കണ്ട് അനുഭവിക്കുക എന്ന് തന്നെ, അല്ലാതെ ഇതിനെപ്പറ്റി വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക്
പറയാനില്ല. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിച്ച കാര്യം കുറെ റേഷ്യോ കാണിക്കുന്നുണ്ട്. ഇതില് സ്ക്രീൻ റേഷ്യോ കുറെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ചില സ്ക്രീനിൽ 4:3, ചിലത് 16:9 എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് സ്ക്രീൻ റേഷ്യോ വ്യത്യാസപ്പെടും. ചില സിനിമയ്ക്കകത്തൊക്കെ ബ്രഹ്മയുഗം ഒരു ടൈപ്പ് സ്ക്രീൻ റേഷ്യോയിലാണ് ബ്രഹ്മയുഗം കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മോഹൻഉണ്ണി അസോസിയേറ്റ്സ് ഒരു ടൈപ്പ് റേഷ്യോയിലാണ് പടം കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആടുജീവിതം അതൊക്കെ കുറച്ച് വൈഡ് ആംഗിൾ ഷോട്ടുകൾ എടുത്തിട്ടുള്ള ഒരു പടങ്ങളാണ്. അതുപോലെ ഡ്യൂൺ ഒക്കെ ആണെങ്കിലും 16:9 അങ്ങനെ ഓരോ സിനിമകളൊക്കെ ആണല്ലോ. സാഹചര്യത്തിനനുസരിച്ച് സ്ക്രീൻ റേഷ്യോ ഒക്കെ മാറുന്നുണ്ട്. കുറെ അതിന്റെയൊക്കെ വെച്ച് കുറെ കോമഡി ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫൺ ജേർണി എന്നൊക്കെ വേണേൽ പറയാം. പടം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ഒരു എക്സ്പെരിമെന്റൽ മൂവി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമൊക്കെയാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു ഗഗനചാരി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാം സ്ക്രീൻ പ്ലേ ആണെങ്കിലും 4 പേരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ സ്ക്രീൻ പ്ലേ ഒക്കെ അത്ര വൃത്തിക്ക് എഴുതിയില്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെതായ മോശങ്ങളൊക്കെ വരും. എല്ലാം നല്ല രസമുണ്ട്. പടം കണ്ടിരിക്കാനായിട്ടാണെങ്കിലും ഒരു 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 പുതിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗഗനചാരി നമുക്ക് തരുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് മുഖേന രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. തെറി പറയാതിരിക്കുക. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം ഓക്കെ, ബൈ.